KMIC 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 News 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 നാടിന്റെ ചലനങ്ങൾ കൺമുന്നിൽ കാണാം വാർത്താവിശേഷത്തിൻ ചെപ്പു തുറക്കാം KMIC News KMIC News. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂം KMIC TV പ്രേക്ഷകർക്കും റേഡിയോ ശ്രോതാക്കൾക്കും KMIC ന്യൂസിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ജലീൽ മടവൂർ. പ്രധാന വാർത്തകൾ. തിരഞ്ഞെടുപ്പിന്റെ പേരിലുള്ള വ്യക്തിഹത്യകൾ നാടിനാപത്ത്. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ. SSF സാംസ്കാരിക വിഭാഗമായ കലാലയം സംഘടിപ്പിക്കുന്ന പ്രഭാഷണ പരിശീലനത്തിന്റെ രണ്ടാംഘട്ട ക്യാമ്പ് ഈ മാസം 13-ന്. താജുൽ ഉലമ സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ബുഖാരി ഉള്ളാൾ രണ്ടാം ആണ്ട് നേർച്ച സ്വാഗത സംഘമായി. വിസ്ഡം സിവിൽ സർവീസ് അക്കാദമി ഡിഗ്രി ബാച്ചിന്റെ ക്ലാസ് ഈ മാസം 8-ന് തുടങ്ങും. നാസർ ഫൈസി കൂടത്തായിക്കെതിരെ മുസ്ലിം ലീഗിൽ പടയൊരുക്കം. ഹമീദ് ഫൈസി അമ്പലക്കടവിനെ കൂടാതെ ചേളാരി സമസ്തയിലെ ഒരു വിഭാഗം തനിക്കെതിരെ പ്രവർത്തിക്കുന്നുണ്ടെന്ന് TP അഷ്റഫ് അലി. സാക്ഷികൾ മൊഴിമാറ്റുമ്പോൾ മഅദനിയുടെ കേസുകൾ ഒരുമിച്ചെടുക്കരുതെന്ന് കർണാടക സർക്കാർ. ആധാർ കാർഡുള്ളവർക്ക് അപേക്ഷിച്ച് 10 ദിവസത്തിനുള്ളിൽ ഇനി പാസ്പോർട്ട് ലഭ്യമാകും. ബീഹാറിൽ മഹാസഖ്യത്തിനും NDAക്കും വിജയം പ്രവചിച്ച് ബീഹാർ എക്സിറ്റ് പോൾ. സൗദിയിൽ സ്വകാര്യ മേഖലയിലെ വാരാന്ത്യ അവധി നിയമ ഭേദഗതിക്കെതിരെ സൗദി കൌൺസിൽ ഓഫ് ചേംബേഴ്സ് രംഗത്ത്. വാർത്തകൾ വിശദമായി. യന്ത്രത്തകരാർ മൂലം വോട്ടിംഗ് മുടങ്ങിയ മലപ്പുറം ജില്ലയിലെ 13 പഞ്ചായത്തുകളിലെ 27 ബൂത്തുകളിൽ നാളെ റീപോളിംഗ് നടത്താൻ ജില്ലാ കളക്ടർ തിരഞ്ഞെടുപ്പ് കമ്മീഷനോട് ശുപാർശ ചെയ്തു. വിവിധ കാരണങ്ങളാൽ പോളിംഗ് തടസ്സപ്പെട്ടത് വൻ പ്രതിഷേധത്തിന് കാരണമായിരുന്നു. ഇതേ തുടർന്ന് ലീഗ് CPM നേതാക്കൾ കലക്ടറുടെ ചേംബറിലെത്തി റീപോളിംഗ് ആവശ്യപ്പെടുകയായിരുന്നു. തുടർന്ന് നടത്തിയ ചർച്ചയിലാണ് റീപോളിംഗ് നടത്താൻ തീരുമാനിച്ചത്. എന്നാൽ അട്ടിമറി ആരോപണം ജില്ലാ ഭരണകൂടം നിഷേധിച്ചു. യന്ത്രത്തകരാറും ഉദ്യോഗസ്ഥരുടെ പരിചയക്കുറവുമാണ് പ്രശ്നങ്ങൾക്ക് കാരണമായതെന്നാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിലയിരുത്തൽ. വോട്ടിംഗ് വൈകുന്നത് സംബന്ധിച്ച വിവരങ്ങൾ കൃത്യസമയത്ത് കൈമാറാത്തതിന് ജില്ലാ കലക്ടർക്ക് കമ്മീഷൻ അന്ത്യശാസനം നൽകി. രാജ്യം ഉറ്റുനോക്കുന്ന ബീഹാർ തെരഞ്ഞെടുപ്പിന്റെ വിജയസാധ്യതയിൽ NDAക്കും മഹാസഖ്യത്തിനും ഒരുപോലെ മുൻതൂക്കമെന്ന് എക്സിറ്റ് പോൾ ഫലങ്ങൾ. മുഖ്യമന്ത്രി നിതീഷ് കുമാറും RJD നേതാവ് ലാലു പ്രസാദ് യാദവും കോൺഗ്രസും കൈകോർത്തുള്ള മഹാസഖ്യ ഭരണം നിലനിർത്തുമെന്നാണ് ടൈംസ് നൌ വി വോട്ടർ എക്സിറ്റ് പോൾ ഫലം. BJP നയിക്കുന്ന NDAയെ നേരിയ ഭൂരിപക്ഷത്തിന് മഹാസഖ്യം മറികടക്കുമെന്ന് സർവേ വ്യക്തമാക്കുന്നു. അതേസമയം സംസ്ഥാനത്തെ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി BJP മാറുമെന്നും ടൈംസ് നൌ എക്സിറ്റ് പോൾ ഫലം വ്യക്തമാക്കുന്നുണ്ട്. 243 അംഗ ബീഹാർ നിയമസഭയിൽ മഹാസഖ്യം 122 സീറ്റുകൾ നേടുമെന്നാണ് സർവേ. 42% വോട്ടുകൾ മഹാസഖ്യം നേടും. NDAക്ക് 111 സീറ്റുകൾ ലഭിക്കും. 41% വോട്ടുകളാണ് NDAക്ക് ലഭിക്കുക. 10 സീറ്റിൽ സ്വതന്ത്രൻ വിജയിക്കുമെന്നും ടൈംസ് നൌ സി വോട്ടർ എക്സിറ്റ് പോൾ വ്യക്തമാക്കുന്നുണ്ട്. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിനേക്കാളും 12% അധികം സീറ്റുകൾ മഹാസഖ്യത്തിന് ലഭിക്കുമെന്ന് ഫലം വ്യക്തമാക്കുന്നു. അതേസമയം NDA മുന്നണി 113, 127 സീറ്റുകൾ കരസ്ഥമാക്കി വിജയം നേടുമെന്നാണ് ഇന്ത്യ ടുഡേ സിസറോ പോസ്റ്റ് പോൾ സർവേ പറയുന്നത്. മഹാസഖ്യത്തിന് 113, 123 സീറ്റുകളാണ് ഇവർ പ്രതീക്ഷിക്കുന്നത്. ഞായറാഴ്ചയാണ് ബീഹാറിലെ ഫലം പുറത്തുവരിക. പെരിന്തൽമണ്ണയിൽ 3,90,00,000 രൂപയുടെ കുഴൽപ്പണവുമായി 3 പേർ പിടിയിലായി. തെരഞ്ഞെടുപ്പ് ദിവസം കുഴൽപ്പണം വരാനുണ്ടെന്ന നിഗമനത്തെ തുടർന്ന് പോലീസ് നടത്തിയ വാഹന പരിശോധനയിലാണ് പണം പിടിച്ചെടുത്തത്. സംഘം സഞ്ചരിച്ച സ്കോഡ കാറിന്റെ രഹസ്യ അറയിലാണ് പണം ഒളിപ്പിച്ചു വച്ചിരുന്നത്. ചെന്നൈയിൽ നിന്നുമാണ് ഇവർ കുഴൽപ്പണവുമായി എത്തിയത്. സാക്ഷികൾ മൊഴിമാറ്റുമ്പോൾ മഅദനിയുടെ കേസുകൾ ഒരുമിച്ചെടുക്കരുതെന്ന് കർണാടക സർക്കാർ. മറുപടിക്ക് മഅദനി 3 ആഴ്ച സമയം തേടി. മഅദനിയുടെ കാര്യത്തിൽ നിലവിലുള്ള കേസിൽ വിചാരണയും തെളിവെടുപ്പും 60% കഴിഞ്ഞതാണെന്ന് കർണാടക സർക്കാർ.
മഅദനിക്കെതിരായ വിചാരണ വേളയിൽ സാക്ഷികൾ മൊഴിമാറ്റിക്കൊണ്ടിരിക്കുമ്പോൾ ബാംഗ്ലൂരു സ്ഫോടനവുമായി ബന്ധപ്പെട്ട എല്ലാ കേസുകളും ഒരുമിച്ച് വിചാരണ ചെയ്യരുതെന്ന് കർണാടക സർക്കാർ. ഒരു മൊഴിമാറ്റം എല്ലാ കേസിനെയും ബാധിക്കുന്നത് ഒഴിവാക്കാൻ 9 കേസിലും വെവ്വേറെ സാക്ഷിമൊഴി എടുക്കേണ്ടതുണ്ടെന്നും കർണാടക സർക്കാർ സുപ്രീം കോടതിയിൽ ആവശ്യപ്പെട്ടു. വിചാരണ നടക്കുന്ന കേസിലെ പ്രധാന സാക്ഷികളിൽ പലരും പോലീസ് ഭാഷ്യം തിരുത്തി പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ മഅദനി കുറ്റമുക്തനാക്കപ്പെട്ടാലും മറ്റു കേസുകളിൽ പുതിയ വിചാരണ നടക്കണമെന്നാണ് കർണാടക സർക്കാരിനു വേണ്ടി അഡ്വക്കേറ്റ് അനിത ഷേണായി സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ ആവശ്യപ്പെട്ടത്. ഒരു കേസിൽ രക്ഷപ്പെട്ടാൽ പോലും ബാക്കി കേസുകളുടെ പേരിൽ മഅദനിയുടെ ജയിൽവാസം അനന്തമായി നീട്ടിക്കൊണ്ടുപോകാൻ കർണാടക സർക്കാരിന് ഇതിലൂടെ കഴിയും. സൊഹ്റാബുദ്ദീൻ ഷെയ്ഖ് വ്യാജ ഏറ്റുമുട്ടൽ കേസും തുളസിറാം പ്രജാപതി വ്യാജ ഏറ്റുമുട്ടൽ കേസും ഒന്നാക്കണമെന്നാവശ്യപ്പെട്ട് അമിത് ഷാ സമർപ്പിച്ച ഹർജിയിൽ സുപ്രീം കോടതി പുറപ്പെടുവിച്ച വിധിക്കെതിരായ വാദമാണിത്. 2 വ്യാജ ഏറ്റുമുട്ടൽ കേസുകളുടെയും വ്യത്യസ്ത എഫ്ഐആറുകളും ഒന്നിച്ച് പരിഗണിക്കാനായിരുന്നു സുപ്രീം കോടതി അന്ന് വിധിച്ചത്. അതേസമയം മഅദനിയുടെ കാര്യത്തിൽ നിലവിലുള്ള കേസിൽ വിചാരണയും തെളിവെടുപ്പും 60% കഴിഞ്ഞതാണെന്ന് കർണാടക ബോധിപ്പിച്ചു. അതിനാൽ ഇനിയും എല്ലാ കേസും ഒരുമിച്ചാക്കി അതിൽ ഓരോ പ്രതിയെയും കൂട്ടിച്ചേർത്ത് വിചാരണ നടത്തുന്നത് പ്രായോഗികമല്ല. വ്യത്യസ്ത വ്യക്തികൾ വ്യത്യസ്ത സ്ഥലങ്ങളിൽ നടത്തിയ കുറ്റകൃത്യങ്ങൾ ഒരു വിചാരണയാക്കാൻ പറ്റില്ല. കേസുകൾ ഒന്നാക്കണമെന്ന ആഗ്രഹമുണ്ടെങ്കിൽ മഅദനി ആദ്യം ഈ ആവശ്യവുമായി സമീപിക്കേണ്ടത് വിചാരണ കോടതിയെയായിരുന്നു. എന്നാൽ ആ അവസരം ഉപയോഗിച്ചിട്ടില്ല. 3 വർഷം ഇങ്ങനെ ഒരു ആവശ്യമുന്നയിക്കാതെ ഇപ്പോൾ ഇത്തരമൊരു അപേക്ഷ നൽകിയത് ദുരുദ്ദേശ്യപരമാണ്. വിചാരണ കോടതിയുടെ സമയം പാഴാക്കാനായി ഇത്തരമൊരു നടപടി ഉപകരിക്കൂ. മഅദനിക്കും കൂട്ടുപ്രതികൾക്കുമെതിരെ 9 വ്യത്യസ്ത കേസുകളാണ് 9 വ്യത്യസ്ത പോലീസ് സ്റ്റേഷനുകളിൽ കർണാടക പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അവയോരോന്നിനും 9 എഫ്ഐആറുകളാണ് രേഖപ്പെടുത്തിയിട്ടുള്ളതും. ഓരോ കുറ്റപത്രത്തിലും പരിക്കേറ്റവരും മരിച്ചവരും വ്യത്യസ്തരാണ്. 3 വ്യത്യസ്ത ഓഫീസർമാർക്കാണ് അന്വേഷണത്തിന്റെ ചുമതല. ഈ വാദങ്ങൾ പരിഗണിച്ച് മഅദനിക്കെതിരായ കേസുകൾ ഒന്നായി പരിഗണിക്കണമെന്ന ആവശ്യം തള്ളിക്കളയണമെന്ന് കർണാടക വാദിച്ചു. എന്നാൽ ബുധനാഴ്ച കേസ് പരിഗണിക്കാനിരിക്കെ ചൊവ്വാഴ്ച വൈകിട്ട് കർണാടക സമർപ്പിച്ച വിചിത്രവാദത്തിന് മറുപടി നൽകാൻ മഅദനിക്കു വേണ്ടി ഹാജരായ അഡ്വക്കേറ്റ് ഹാരിസ് ബീരാൻ സുപ്രീം കോടതിയോട് 3 ആഴ്ച സമയം തേടി. ഈ ആവശ്യം അംഗീകരിച്ച സുപ്രീം കോടതി കേസ് 3 ആഴ്ചത്തേക്ക് മാറ്റിവെക്കുകയായിരുന്നു. KMIC ന്യൂസിന് വേണ്ടി കരീം ഏലംകുളം. ആധാർ കാർഡ് ലഭിച്ചവർക്ക് പാസ്പോർട്ട് എളുപ്പത്തിൽ നേടാം. ആധാർ കാർഡ് ലഭിച്ചവർക്ക് അപേക്ഷിച്ച് 10 ദിവസത്തിനുള്ളിൽ പാസ്പോർട്ട് ലഭ്യമാകും. വിദേശകാര്യ മന്ത്രാലയമാണ് ആധാർ കാർഡുള്ളവർക്ക് അപേക്ഷിച്ച് 10 ദിവസത്തിനുള്ളിൽ പാസ്പോർട്ട് നൽകാനുള്ള തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നത്. പാസ്പോർട്ടിന് അപേക്ഷ നൽകുന്ന കൂടെ ആധാർ കാർഡിന്റെ കോപ്പി കൂടി നൽകിയാൽ 10 ദിവസത്തിനുള്ളിൽ പാസ്പോർട്ട് ലഭ്യമാകും. അഡ്രസ് പരിശോധനയും പോലീസ് വെരിഫിക്കേഷനും പാസ്പോർട്ട് ലഭിച്ച് പിന്നീട് നടക്കും. പാസ്പോർട്ട് ലഭിച്ച ശേഷം വെരിഫിക്കേഷനും മറ്റുമായി അതാത് ഡിപ്പാർട്ട്മെന്റുകളുമായി സഹകരിക്കണമെന്നും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. തത്കാൽ സൌകര്യവും ലഭ്യമാണ്. ഓൺലൈൻ അപേക്ഷ അയക്കുന്നതിനൊപ്പം ആധാർ കാർഡിന്റെ കോപ്പി കൂടി സ്കാൻ ചെയ്ത് അയച്ചാൽ മതിയാകും. ഗൾഫ് വാർത്തകൾ. സൌദിയിൽ സ്വകാര്യ മേഖലയിലെ വാരാന്ത്യ അവധി നിയമ ഭേദഗതിക്കെതിരെ സൌദി കൌൺസിൽ ഓഫ് ഇന്ത്യ ചേംബേഴ്സ് രംഗത്ത്. സൌദിയിൽ തൊഴിലാളികൾക്ക് 2 ദിവസത്തെ വാരാന്ത്യാവധി എന്ന പുതിയ നിയമത്തിനെതിരെ സൌദി കൌൺസിൽ ഓഫ് ചേംബേഴ്സ് രംഗത്ത് വന്നു. അടുത്ത ആഴ്ച വിഷയം ഷൂറ കൌൺസിൽ ചർച്ചക്കെടുത്ത് അന്തിമരൂപം നൽകാനിരിക്കെയാണ് വ്യവസായികൾ ശക്തമായ എതിർപ്പുമായി രംഗത്ത് വന്നത്. 2 ദിവസത്തെ വാരാന്ത്യാവധി സ്വദേശികളിൽ മാത്രം പരിമിതപ്പെടുത്തണമെന്നാണ് കൌൺസിൽ ഓഫ് ചേംബേഴ്സിന്റെ നിർദ്ദേശം. സൌദിയിലെ സ്വകാര്യ മേഖലയിലുള്ള തൊഴിലാളികളുടെ വാരാന്ത്യാവധി 2 ദിവസമാക്കുകയും പ്രവൃത്തി സമയം 8 മണിക്കൂറാക്കുകയും ചെയ്ത് തൊഴിൽ മന്ത്രാലയം നിയമ ഭേദഗതി കൊണ്ടുവന്നിരുന്നു. ഈ നിയമ ഭേദഗതി രാജവിജ്ഞാപനമായി ഇറങ്ങുന്നതിന് മുമ്പ് പരമോന്നത കൂടിയാലോചന സമിതിയായ ഷൂറ കൌൺസിൽ അടുത്ത ആഴ്ച ചർച്ച ചെയ്യാനിരിക്കെ രാജ്യത്തെ വിവിധ പ്രവിശ്യയിലുള്ള ചേംബറുകളുടെ കൂട്ടായ്മയായ സൌദി കൌൺസിൽ ഓഫ് ചേംബേഴ്സ് നിയമത്തെ എതിർത്ത് പ്രമേയമിറക്കിയത്. ഭേദഗതി ചെയ്ത നിയമപ്രകാരം വെള്ളിയാഴ്ച നിർബന്ധമായും അവധി ഉണ്ടായിരിക്കുകയും ശനിയാഴ്ച അല്ലാത്ത ദിവസം അവധി അനുവദിക്കുന്നുണ്ടെങ്കിൽ മന്ത്രാലയത്തിൽ അറിയിക്കുകയും വേണം. 2 ദിവസത്തെ അവധി വ്യവസായ മേഖലയിൽ പ്രത്യാഘാതം സൃഷ്ടിക്കുമെന്നാണ് വ്യവസായികളുടെ നിലപാട്. പുതിയ നിയമം നടപ്പിലായാൽ ശനിയാഴ്ച ജോലി ചെയ്യുന്ന തൊഴിലാളിക്ക് ഓവർ ടൈം നൽകേണ്ടി വരും. ഇത് സ്ഥാപനത്തിന് സാമ്പത്തിക ഭാരമാവും എന്നാണ് കൌൺസിലിന്റെ അഭിപ്രായം. ഈ പ്രതിസന്ധി ഒഴിവാക്കാൻ നിയമം സ്വദേശികൾക്ക് മാത്രമായി ചുരുക്കണമെന്നും തൊഴിൽ കരാർ ഒപ്പുവെക്കുന്ന മറ്റു രാജ്യങ്ങളുമായി ഇത്തരം നിബന്ധന പാടില്ല എന്ന് കൌൺസിൽ ലേബർ കമ്മിറ്റി ചെയർമാൻ മൻസൂർ അൽ ഷത്രി പറഞ്ഞു. എല്ലാ തൊഴിലാളികൾക്കും ഇത് നടപ്പിലാക്കിയാൽ പണപ്പെരുപ്പം ഭീമമായി കൂടുമെന്നാണ് സാമ്പത്തിക വിദഗ്ധരുടെ അഭിപ്രായം. അലി AR നഗർ, KMS ന്യൂസ്, ജിദ്ദ. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. with
വിപ്ലവവീതിയിൽ പ്രവാസി സുന്നികൾ ധീരമുയർത്തുന്നീ ശബ്ദം. ശക്തമിഗോതയിൽ പ്രലോഭനങ്ങൾക്കെതിരെ മുഴക്കുന്നീ മന്ത്രം. വിപ്ലവവീതിയിൽ പ്രവാസി സുന്നികൾ ധീരമുയർത്തുന്നീ ശബ്ദം. ശക്തമിഗോതയിൽ പ്രലോഭനങ്ങൾക്കെതിരെ മുഴക്കുന്നീ മന്ത്രം. ശൂന്യത മുറ്റിയ മാനസമിൽ പ്രതിരോധ വലയം നാം തീർക്കും. ഉണർത്തുപാട്ടിൻ ഗാഥയുമായി വരും RSC തൻ മുന്നേറ്റം. പാടുന്ന അഭിവാദ്യം ഞങ്ങൾ നേരുന്ന അഭിവാദ്യം. പാടുന്ന അഭിവാദ്യം ഞങ്ങൾ നേരുന്ന അഭിവാദ്യം. സുന്നി മക്കൾക്ക് അഭിവാദ്യം നേരി സംഘബലം ഹൃദ്യം. വിപ്ലവവീതിയിൽ പ്രവാസി സുന്നികൾ ധീരമുയർത്തുന്നീ ശബ്ദം. ശക്തമിഗോതയിൽ പ്രലോഭനങ്ങൾക്കെതിരെ മുഴക്കുന്നീ മന്ത്രം. ആദർശത്തിൻ സ്നേഹസ്വരം പകരുന്നീ മണലാരുണ്യത്തിൽ. ആവേശത്തിൻ അലകളുണർത്തും KMIC ഹൃദയത്തിൽ. ആദർശത്തിൻ സ്നേഹസ്വരം പകരുന്നീ മണലാരുണ്യത്തിൽ. ആവേശത്തിൻ അലകളുണർത്തും KMIC ഹൃദയത്തിൽ. ധർമ്മസമൂഹമെ വാർത്തിടുവാൻ RSC നയിക്കും സഞ്ജയമിൽ കൈക്കോർ. വാർത്തകൾ തുടരുന്നു. സംഘടനാ വാർത്തകൾ. തിരഞ്ഞെടുപ്പിന്റെയും ഫലപ്രഖ്യാപനത്തിന്റെയും പേരിൽ നടക്കുന്ന വ്യക്തിഹത്യകൾ നമ്മുടെ നാടിന്റെ ശാപമാണെന്ന് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ. പണ്ഡിതരും പൌരപ്രമുഖരുമടക്കമുള്ളവർ വരെ ആഹ്ലാദ പ്രകടനങ്ങളുടെ മറവിൽ ക്രൂശിക്കപ്പെടുന്നുണ്ടെന്നും കാന്തപുരം ഉസ്താദ് പറഞ്ഞു. നിരപരാധികൾ തെരുവിൽ അവമതിക്കപ്പെടുന്ന അവസ്ഥയെക്കുറിച്ച് രാഷ്ട്രീയ കക്ഷികൾ ബോധവാന്മാരാകണമെന്നും ആത്മീയ ബോധമുള്ളവർക്ക് മറ്റുള്ളവരെ കുറ്റം പറയാനാകില്ലെന്നും കാന്തപുരം ഉസ്താദ് പറഞ്ഞു. താത്തൂർ ശുഹദ നഗറിൽ നടന്ന ആത്മീയ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. ചടങ്ങിൽ PK ഹുസൈൻ സഖാഫി അധ്യക്ഷനായി. SYS സംസ്ഥാന പ്രസിഡന്റ് പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ മുഖ്യപ്രഭാഷണം നടത്തി. ഹാഫിൽ മസ്ഊദ് സഖാഫി ഗൂഡല്ലൂർ പ്രസംഗിച്ചു. ദിക്ർ മജ്ലിസിന് സയ്യിദ് ഹസൻ ബുഖാരി, സയ്യിദ് അബ്ദുറഹ്മാൻ ബുഖാരി, പൊന്മള മൊയ്തീൻകുട്ടി ബാക്കവി, മുഹമ്മദ് റഫീഖ് ബാക്കവി തുടങ്ങിയവർ നേതൃത്വം നൽകി. പ്രാർത്ഥനയ്ക്ക് സയ്യിദ് ശിഹാബുദ്ദീൻ ബുഖാരി കടലുണ്ടി നേതൃത്വം നൽകി. താജുൽ ഉലമ സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ബുഖാരി ഉള്ളാൾ തങ്ങളുടെ 2ാം ആണ്ട് നേർച്ചയുടെ നടത്തിപ്പിന് 1001 അംഗ സ്വാഗത സംഘം രൂപവൽക്കരിച്ചു. സ്റ്റിയറിംഗ് കമ്മിറ്റി ചെയർമാനായി സമസ്ത പ്രസിഡന്റ് സുലൈമാൻ മുസ്ലിയാരെയും കൺവീനറായി സമസ്ത ജനറൽ സെക്രട്ടറി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരെയും തിരഞ്ഞെടുത്തു. ധർമ്മപതാകയേന്തുക എന്ന ശീർഷകത്തിൽ നടക്കുന്ന ക്യാമ്പയിന്റെ ഭാഗമായി SYS മെമ്പർഷിപ്പ് പ്രവർത്തനങ്ങൾ പാലക്കാട് ജില്ലയിൽ ഊർജിതം. പുനഃസംഘടനയുടെ ഭാഗമായുള്ള യൂണിറ്റ് കൌൺസിലുകൾക്ക് തുടക്കമായി. കഴിഞ്ഞ സെപ്റ്റംബർ 27 മെമ്പർഷിപ്പ് ഡേയോടെയാണ് മെമ്പർഷിപ്പ് ക്യാമ്പയിന് തുടക്കമായത്. യൂണിറ്റുകളുടെ വർധനവിനൊപ്പം മെമ്പർമാരും വൻതോതിലാണ് സുന്നി പ്രസ്ഥാനത്തിലേക്ക് അണിചേരുന്നത്. ആധുനിക സാങ്കേതികവിദ്യ ഉപയോഗിച്ച് ഓൺലൈൻ സംവിധാനത്തോടെയാണ് മെമ്പർഷിപ്പ് ചേർക്കുന്നത്. യൂണിറ്റ് പുനഃസംഘടനയോടൊപ്പം ബഹുജന സംഘടനയായ മുസ്ലിം ജമാഅത്ത് രൂപവൽക്കരണവും നടക്കും. മുസ്ലിം സമൂഹത്തിന്റെ പുരോഗതിക്കും സമൂഹത്തിലെ തിന്മകൾക്കെതിരെയും ശക്തമായി ഇടപെടൽ നടത്തുന്നതിനും സമൂഹത്തിൽ വേറിട്ട ശബ്ദം ഉയർത്തുന്നതിനും വേണ്ടിയുള്ള മുസ്ലിം ജമാഅത്ത് രൂപവൽക്കരണം നാനാഭാഗത്തും ചർച്ചയായി കഴിഞ്ഞു. വിസ്ഡം സിവിൽ സർവീസ് അക്കാദമിക്ക് കീഴിൽ ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള സിവിൽ സർവീസ് പരിശീലന ക്ലാസിന്റെ പുതിയ ബാച്ച് ഈ മാസം 8 ഫറൂഖ് ഖാദിസിയിൽ ആരംഭിക്കും. രജിസ്റ്റർ ചെയ്ത വിദ്യാർത്ഥികൾ 8 രാവിലെ 10 മണിക്ക് മുമ്പായി ഫറൂഖ് ഖാദിസിയയിൽ എത്തിച്ചേരേണ്ടതാണ്. പ്രശസ്ത പരിശീലന കേന്ദ്രങ്ങളിലെ ഫാക്കൽറ്റികൾ നേതൃത്വം നൽകുന്ന ബാച്ചിലേക്ക് ഏതാനും സീറ്റുകൾ ഒഴിവുണ്ട്. താൽപര്യമുള്ളവർ 8281149326 എന്ന നമ്പറിൽ ബന്ധപ്പെടേണ്ടതാണെന്ന് ഭാരവാഹികൾ അറിയിച്ചു. മലപ്പുറം കിഴിശ്ശേരി ടൌണിൽ സുന്നി ജുമാ മസ്ജിദ് യാഥാർത്ഥ്യമാകുന്നു. നാളെ വൈകിട്ട് 4 മണിക്ക് അഖിലേന്ത്യാ സുന്നി ജമിയത്തുൽ ഉലമ ജനറൽ സെക്രട്ടറി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ സുന്നി ജുമാ മസ്ജിദിന് കുറ്റിയടിക്കൽ കർമ്മം നിർവഹിക്കും. സാദാത്തുക്കൾ, പണ്ഡിതർ, സാമൂഹിക സാംസ്കാരിക നേതാക്കൾ സംബന്ധിക്കും. RSC ഷാർജ സോൺ സാഹിത്യോത്സവിന് നാളെ രാവിലെ 8 മണിക്ക് തുടക്കമാവും. ക്രിക്കറ്റ് സ്റ്റേഡിയത്തിന് സമീപം ഫുട്ബോൾ ക്ലബ്ബിൽ പ്രത്യേകം സജ്ജീകരിച്ച കൈമ സ്ക്വയറിലാണ് പരിപാടികൾ നടക്കുക. വൈകിട്ട് 4 മണി മുതൽ ഇഷൽ അറേബ്യ അരങ്ങേറും. ചടങ്ങിൽ മതവിദ്യാഭ്യാസ അവാർഡുകൾ വിതരണം ചെയ്യും. സമാപന ചടങ്ങിൽ ഖവാലി ആസ്വാദനവും നടക്കും. രാത്രി 8 മണിക്ക് നടക്കുന്ന സമാപന സെഷനിൽ സാഹിത്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ സംബന്ധിക്കും.
പൊതുജനങ്ങൾക്കായി നഗരിയിൽ പ്രശ്നോത്തരി, IPB പുസ്തക പവലിയൻ എന്നിവ ഉണ്ടായിരിക്കും. സെനായിയ, റോള എന്നിവിടങ്ങളിൽ നിന്ന് വാഹന സൗകര്യവും ലഭ്യമായിരിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് 0501276564 എന്ന നമ്പറിൽ ബന്ധപ്പെടേണ്ടതാണെന്ന് RSC ഭാരവാഹികൾ അറിയിച്ചു. ന്യൂ ജനറേഷൻ തിരുത്തെഴുതുന്നു എന്ന ശീർഷകത്തിൽ 2016 മെയ് 8 നടക്കുന്ന SSF പൂളപ്പൊയിൽ യൂണിറ്റ് സമ്മേളനത്തിന്റെ ഭാഗമായി യൂണിറ്റ് കമ്മിറ്റി സംഘടിപ്പിക്കുന്ന SSF ചരിത്ര പഠനവും പ്രമേയ വിശദീകരണവും നവംബർ 6 വെള്ളിയാഴ്ച നടക്കും. മഗ്‌രിബ് നിസ്കാരാനന്തരം നൂറുൽ ഇസ്ലാം സുന്നി മദ്രസയിൽ നടക്കുന്ന പരിപാടിയിൽ AKC മുഹമ്മദ് ഫൈസി, K അബ്ദുൽ കലാം മാസ്റ്റർ മാവൂർ തുടങ്ങി പ്രമുഖർ വിവിധ സെഷനുകൾക്ക് നേതൃത്വം നൽകും. മുസ്ലിം ലീഗിന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ നിരന്തരം ഇടപെട്ട് പാർട്ടിയിൽ പ്രതിസന്ധി സൃഷ്ടിക്കുന്ന നാസർ ഫൈസി കൂടത്തായിക്കെതിരെ ലീഗിൽ പടയൊരുക്കും. തിരഞ്ഞെടുപ്പ് ഫലം പുറത്തുവരുന്നതോടെ ഫൈസിക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് പരസ്യമായി രംഗത്തിറങ്ങാനാണ് ഒരു വിഭാഗത്തിന്റെ തീരുമാനം. പാർട്ടിയിലെ പ്രമുഖ നേതാക്കളുടെ പിന്തുണ ഇക്കാര്യത്തിലുണ്ടെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. ഓമശ്ശേരി പഞ്ചായത്തിലെ കൂടത്തായി വാർഡിൽ മുസ്ലിം ലീഗ് മണ്ഡലം പഞ്ചായത്ത് കമ്മിറ്റികളും പ്രാദേശിക ലീഗ് നേതാക്കളും മുന്നോട്ടുവച്ച സ്ഥാനാർത്ഥിയെ പിന്തള്ളി നാസർ ഫൈസിയുടെ നേതൃത്വത്തിൽ മറ്റൊരു സ്ഥാനാർത്ഥിയെ രംഗത്തിറക്കിയതാണ് പുതുതായി ലീഗ് നേതൃത്വത്തെയും അണികളെയും ചൊടിപ്പിച്ചത്. നാസർ ഫൈസിയുടെ ഈ നീക്കത്തിന് മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങളുടെ പിന്തുണയുണ്ടായതും വലിയ വിവാദങ്ങൾക്ക് തിരികൊളുത്തിയിട്ടുണ്ട്. കഴിഞ്ഞ 5 വർഷം മുമ്പുണ്ടായ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥിക്ക് വേണ്ടി പരസ്യമായി രംഗത്തിറങ്ങിയ ഫൈസി ഇത്തവണ തന്ത്രപരമായാണ് ലീഗിന്റെ സ്ഥാനാർത്ഥി നിർണയത്തിൽ ഇടപെട്ട് രംഗം കൈയടക്കിയത്. അങ്ങനെയാണ് ലീഗ് പഞ്ചായത്ത് ജനറൽ സെക്രട്ടറിയും UDF കൺവീനറുമായ KP കുഞ്ഞമ്മദിനെ തള്ളി AK അസീസിനെ കൂടത്തായി വാർഡിൽ സ്ഥാനാർത്ഥിയാക്കുന്നത്. ഇതുമൂലം ലീഗിലെ പ്രബലമായൊരു വിഭാഗം തിരഞ്ഞെടുപ്പ് രംഗത്തു നിന്നും വിട്ടുനിൽക്കാനും ഇടതുപക്ഷ സ്വതന്ത്രനായി മത്സരിച്ച KP കുഞ്ഞമ്മദിനു വേണ്ടി പിന്തുണയർപ്പിക്കാനും തയ്യാറായി. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിന് ശേഷം ലീഗിന്റെ ശക്തി കേന്ദ്രങ്ങളിലൊന്നായ കൂടത്തായിയിൽ വിഭാഗീയത രൂക്ഷമാവുകയും ലീഗ് ഓഫീസിലും മദ്രസാ യോഗത്തിലും പ്രവർത്തകർ ചേരിതിരിഞ്ഞ് സംഘട്ടനത്തിലേർപ്പെടുകയുമുണ്ടായി. അന്ന് നാസർ ഫൈസിയെയും ഏതാനും ആളുകളെയും ലീഗിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരുന്നു. എന്നാൽ ചേളാരി സമസ്തയുടെ മറവിൽ ഹൈദരലി ശിഹാബ് തങ്ങളെ സ്വാധീനിച്ച് പിന്നീട് സസ്പെൻഷൻ പിൻവലിക്കുകയായിരുന്നു. ഏറെ വർഷക്കാലമായി കൂടത്തായി കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന CH കൾച്ചറൽ സെന്ററിന് സമാന്തരമായി കിസ്വ എന്ന സംഘടനയുണ്ടാക്കി വിഭാഗീയതയ്ക്ക് ആക്കം കൂട്ടുകയായിരുന്നു ഫൈസി. കിസ്വയുടെ പേരിൽ ലക്ഷ്യങ്ങൾ സ്വരൂപിച്ച് ലീഗിനെതിരെ ശക്തി കേന്ദ്രീകരിക്കാനായിരുന്നു ശ്രമം. പാണക്കാട് തങ്ങളിലുള്ള സ്വാധീനം മുതലെടുത്ത് പ്രാദേശിക ലീഗ് നേതൃത്വത്തെ വെല്ലുവിളിച്ച് നീങ്ങിയ അദ്ദേഹം 1.5 വർഷം മുമ്പ് കിസ്വയുടെ തലപ്പത്ത് ഹൈദരലി തങ്ങളെ അവരോധിക്കുകയുമുണ്ടായി. ലീഗ് സംസ്ഥാന സമിതി അംഗവും നിരവധി കാലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായി പ്രവർത്തിച്ച PP സെയ്ദ് ഹാജിയെ അടക്കം പിന്തള്ളിയാണ് ഇത്തവണ കൂടത്തായിയിൽ സ്ഥാനാർത്ഥി നിർണയമുണ്ടായത്. തിരഞ്ഞെടുപ്പിന് ശേഷവും സെയ്ദ് ഹാജിയെ അടക്കമുള്ളവരെ അവഗണിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ പ്രചാരണം നടത്തുന്നതിന് പിന്നിലും ഫൈസിയുടെ കരങ്ങളുണ്ടെന്ന് പരാതി ഉയർന്നിട്ടുണ്ട്. വർഷങ്ങളായി പാർട്ടി വിഷയങ്ങളിൽ ഇടപെട്ട് ലീഗിൽ പ്രതിസന്ധി സൃഷ്ടിക്കുന്ന നാസർ ഫൈസി 10 വർഷക്കാലം SKSSF സംസ്ഥാന സെക്രട്ടറിയായി പ്രവർത്തിച്ചിട്ടുണ്ട്. ഈ കാലയളവിൽ പല വേദികളിലും ലീഗ് നേതാക്കളെ കശക്കാനും അപമാനിക്കാനും ശ്രമിച്ചതായും നേതൃത്വം പരാതിപ്പെടുന്നു. ഏതാനും വർഷം മുമ്പ് ലീഗ് നേതാവ് C മോയിൻകുട്ടി MLA കാരന്തൂർ മർക്കസ് സമ്മേളനത്തിൽ പങ്കെടുത്തതിന്റെ പേരിൽ മോയിൻകുട്ടിക്കെതിരെ രംഗത്തിറങ്ങിയതും ഒടുവിൽ മോയിൻകുട്ടിയെ പാണക്കാട് എത്തിച്ച് മാപ്പ് പറയിപ്പിച്ചതിന്റെ പിന്നിലും നാസർ ഫൈസിയാണ് പ്രവർത്തിച്ചത്. കുറ്റ്യാടി സിറാജുൽ ഹുദ സമ്മേളനത്തിൽ പങ്കെടുത്തതിന്റെ പേരിൽ C മമ്മൂട്ടിയെ കോഴിക്കോട് ഒരു പരിപാടിയിൽ വെച്ച് തടഞ്ഞതിനും പട്ടിക്കാട് സമ്മേളനത്തിൽ വെച്ച് E അഹമ്മദിന് ഗോബാക്ക് വിളിച്ചതിന് പിന്നിലും നാസർ ഫൈസിയാണത്രേ പ്രവർത്തിച്ചത്. 2 വർഷം മുമ്പ് കോഴിക്കോട് മുതലക്കുളം മൈതാനിയിൽ നടന്ന പൊതുയോഗത്തിൽ യൂത്ത് ലീഗ് MSF നേതാക്കളായ PK ഫിറോസ്, TP അഷ്റഫ് അലി എന്നിവരെ രൂക്ഷമായി വിമർശിച്ച് പ്രസംഗിച്ച ഫൈസിയെ നിയന്ത്രിക്കണമെന്ന് ലീഗിലെ പല ഉന്നതരും നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു. MSF യൂത്ത് ലീഗ് നേതാക്കൾക്കെതിരെ കൂടത്തായിയുടെ പ്രസംഗം ഇങ്ങനെ കേൾക്കാം. കൂട്ടാളികളായി മാറി വന്ന ആളുകൾ അവരോട് പറയുന്നു, വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ പണി സ്കൂളിൽ പാഠപുസ്തകം എത്തിയിട്ടുണ്ടോ? റാഗിംഗ് നടക്കുന്നുണ്ടോ? അവിടെ പെൻസിലും പുസ്തകവും ഉണ്ടോ? സിലബസ് ഏതാണ് നോക്കിയാൽ മതി. ശരീരത്തെ പഠിക്കാനും പഠിപ്പിക്കാനും പണ്ഡിതന്മാരെ ചീത്ത പറയാനും വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ അമരത്തിരുന്നുകൊണ്ട് ഞെളിയുന്നവൻ ശ്രമിക്കണ്ട എന്ന് ഞങ്ങൾ സൂചിപ്പിക്കുകയാണ്. വ്യക്തമായി പറയട്ടെ, ഇടം കിട്ടാതെ നാട് മുഴുവൻ ചുറ്റിക്കടന്ന് തട്ടി ഒപ്പിച്ചുകൊണ്ട് അഖിലേന്ത്യാ കൺവീനർ പട്ടം യൂത്ത് ലീഗിന്റെ പേരിൽ നേടിയാൽ എല്ലാമായി എന്ന് കിവർ നടക്കുന്ന ഫിറോസ് മനസ്സിലാക്കണം. ഇന്നലെ തമഴയിൽ പൊളിച്ചുമുണ്ടിക്കൊണ്ട് MSFന്റെ സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്ക് വരുന്ന ഷറഫലി മനസ്സിലാക്കണം, നിങ്ങളൊന്നും കടന്നുപോയ വഴി മറക്കരുത്. ഡോക്ടർ സാഹിബിന്റെയും കായികമില്ലത്തിന്റെയും ബാഫുകിറ്റങ്ങളുടെയും CH വഴി മറക്കരുത്.
അവർ സമൂഹത്തിന്റെയും സമുദായത്തിന്റെയും കൂടെ നിന്നവരാണ്. അതൊക്കെ മാറിക്കൊണ്ട് ഞാനൊരു പ്രസിഡന്റും കൺവീനറുമായി എന്ന് കേൾക്കുമ്പോഴേക്കും എന്റെ കീഴിലാണ് ഈ ലോകമെന്ന അഹങ്കാരമുണ്ടല്ലോ, ആ അഹങ്കാരത്തിന് മറുപടി പറയാൻ വിദ്യാർത്ഥി പ്രസ്ഥാനം രംഗത്ത് വരും എന്ന് ഞങ്ങൾ സൂചിപ്പിക്കുകയാണ്. സ്വന്തം വീട്ടിൽ ആ പാഠമുണ്ടാക്കുക. തിരഞ്ഞെടുപ്പിന് ശേഷം കൂടത്തായി ഫൈസിക്കെതിരെ മുസ്ലിം ലീഗിൽ ശക്തമായ പടയൊരുക്കമാണ് നടക്കുന്നത്. തനിക്കെതിരെ ഹമീദ് ഫൈസി അമ്പലക്കടവിനെ കൂടാതെ ചേളാരി സമസ്ത നേതൃത്വത്തിലെ ഒരു വിഭാഗവും നീക്കം നടത്തുന്നതായി കരുവാരക്കുണ്ടിൽ UDF സ്ഥാനാർത്ഥിയായി മത്സരിച്ച TP അഷ്റഫ് അലി. SKSSF മുഖപത്രമായ സത്യധാര പ്രസിദ്ധീകരണത്തിലെ ഒരു വിഭാഗവും തനിക്ക് പിന്നിലുണ്ട്. കൂടാതെ EK വിഭാഗത്തിലെ ബിസിനസ് വിഭാഗവും തനിക്കെതിരെയാണ്. ഇവരുടെ ആജ്ഞാനുവർത്തിയാണ് അമ്പലക്കടവ് ഫൈസി. തിരഞ്ഞെടുപ്പായതിനാൽ കൂടുതൽ പറയാനില്ലെന്ന് പറഞ്ഞ അദ്ദേഹം ഇടതുപക്ഷ സ്ഥാനാർത്ഥി മാത്യു സെബാസ്റ്റ്യന്റെ തിരക്കഥക്കനുസരിച്ചാണ് ഈ സംഘം പ്രവർത്തിക്കുന്നതെന്ന് വ്യക്തമാക്കി. EK വിഭാഗത്തിന്റെ പരിപാടികൾ സ്പോൺസർ ചെയ്യുന്നത് ഇദ്ദേഹമാണ്. അമ്പലക്കടവിന്റെ നീക്കം തന്റെ വിജയത്തെ ബാധിക്കില്ലെന്ന് അഷ്റഫ് അലി പറഞ്ഞു. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ആധാർ കാർഡുള്ളവർക്ക് അപേക്ഷിച്ച് 10 ദിവസത്തിനുള്ളിൽ ഇനി പാസ്പോർട്ട് ലഭ്യമാകും. ബീഹാറിൽ മഹാസഖ്യത്തിനും NDAക്കും വിജയം പ്രവചിച്ച് ബീഹാർ എക്സിറ്റ് പോൾ. സൗദിയിൽ സ്വകാര്യ മേഖലയിലെ വാരാന്ത്യ അവധി നിയമ ഭേദഗതിക്കെതിരെ സൗദി കൌൺസിൽ ഓഫ് ചേംബേഴ്സ് രംഗത്ത്. സാക്ഷികൾ മൊഴിമാറ്റുമ്പോൾ മഅദനിയുടെ കേസുകൾ ഒരുമിച്ചെടുക്കരുതെന്ന് കർണാടക സർക്കാർ. തിരഞ്ഞെടുപ്പിന്റെ പേരിലുള്ള വ്യക്തിഹത്യകൾ നാടിനാപത്ത് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ. SSF സാംസ്കാരിക വിഭാഗമായ കലാലയം സംഘടിപ്പിക്കുന്ന പ്രഭാഷണ പരിശീലനത്തിന്റെ 2ാം ഘട്ട ക്യാമ്പ് ഈ മാസം 13-ന്. താജുൽ ഉലമ സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ബുഖാരി ഉള്ളാൾ 2ാം ആണ്ട് നേർച്ച സ്വാഗത സംഘമായി. വിസ്ഡം സിവിൽ സർവീസ് അക്കാദമി ഡിഗ്രി ബാച്ചിന്റെ ക്ലാസ് ഈ മാസം 8-ന് തുടങ്ങും. ഹമീദ് ഫൈസി അമ്പലക്കടവിനെ കൂടാതെ ചേളാരി സമസ്തയിലെ ഒരു വിഭാഗം തനിക്കെതിരെ പ്രവർത്തിക്കുന്നുണ്ടെന്ന് TP അഷ്റഫ് അലി. നാസർ ഫൈസി കൂടത്തായിക്കെതിരെ മുസ്ലിം ലീഗിൽ പടയൊരുക്കം. ഇതോടെ KMIC ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. അടുത്ത ന്യൂസ് ബുള്ളറ്റിൻ സൗദി സമയം രാത്രി 10:30-ന്, തുടർന്ന് നാളെ വൈകിട്ട് ഇന്ത്യൻ സമയം 7 മണിക്ക്. ന്യൂസുകൾ അയക്കേണ്ട വിലാസം KMIC News Time @gmail.com. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.